ശ്രീരാംപൂർ എന്നു പേരുള്ള ഒരു ചെറിയ ഗ്രാമം ഉണ്ടായിരുന്നു. അവിടെയുള്ള ജനങ്ങൾ പശുക്കളെ വെച്ചാണ് അവരുടെ ജീവിതം നയിച്ചു വന്നത്. അതുകൊണ്ട് ഈ ഗ്രാമത്തിൽ പശുക്കളുടെയും കാളകളുടെയും സംഖ്യ വളരെ അധികമായിരുന്നു. ഈ ഗ്രാമത്തിൽ ഒരുപാട് പശുക്കൾ ഉള്ളത് കൊണ്ട് പുറത്തു നിന്നും വ്യാപാരികൾ ഇവിടെ വന്ന് പാല് വാങ്ങിക്കൊണ്ടു പോകുമായിരുന്നു. ഗ്രാമത്തിലെ ആളുകളൊക്കെ വളരെ സന്തോഷമായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം ഷാബു തന്റെ പശുത്തൊഴുത്തിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പശുവിനെ കണ്ടില്ല. എന്റെ പശു എവിടെ പോയി? എന്റെ പശു ആരോ കട്ടുകൊണ്ടുപോയി തോന്നുന്നു. തൊട്ടടുത്തുണ്ടായിരുന്ന ഒരുപാട് ആൾക്കാർ അവിടേക്ക് വന്നു. നമ്മൾ ഈ പശുവിന്റെ ഗ്രാമത്തില് തേടിയേ പറ്റുള്ളൂ. ഒരുപക്ഷെ രാത്രി കയറങ്ങാൻ അയഞ്ഞു പോയിട്ടുണ്ടെങ്കിലോ? അതുകൊണ്ടായിരിക്കും പശു പുറത്തു പോയിട്ടുണ്ടാവുക. ആഹാ, വരൂ പോയി തേടി നോക്കാം. ഗ്രാമത്തിലെ ആളുകളൊക്കെ ഒന്നിച്ചുകൂടി ഷാബുവിന്റെ പശുവിനെ തേടിക്കൊണ്ടിരുന്നു. ഗ്രാമം മൊത്തം തേടിയിട്ടും ഷാബുവിന്റെ പശു എവിടെയും കിട്ടിയില്ല. ഗ്രാമത്തിലെ ആളുകൾ ഷാബുവിനെ സമാധാനപ്പെടുത്തി. എന്നിട്ട് അവരവരുടെ വീട്ടിലേക്ക് പോയി. അന്ന് രാത്രി തന്നെ മറ്റൊരാളുടെ പശുവും കാണാതെയായി. അടുത്ത ദിവസം അദ്ദേഹവും ഒരുപാട് കരഞ്ഞു. എന്റെ പശുവും കാണാണ്ട് പോയല്ലോ. ദൈവമേ, ഈ പശു കക്കുന്നവനെ എന്തായാലും കൊന്നു കൊടുക്കണേ. അവൻ നന്നായിട്ട് ഇരിക്കാൻ പാടില്ല. അവന്റെ ജീവിതം തന്നെ നാശമായിട്ട് പോകണം. എന്റെ പശു അവൻ കൊണ്ടുപോയല്ലോ. പശുക്കൾ കാണാതായത് കൊണ്ട് ഗ്രാമത്തിലെ ആളുകൾ മൊത്തം സങ്കടത്തിലായിരുന്നു. അവർ എല്ലാവർക്കും എന്ത് ചെയ്യണമെന്ന് ഒന്നും മനസ്സിലായില്ല. പെട്ടെന്ന് ഈ പശുവൊക്കെ എങ്ങോട്ടാ പോകുന്നത് അറിയില്ലല്ലോ. എനിക്കെന്തോ ഈ പശുവിനെ ആരോ രാത്രി എടുത്തിട്ട് കൊണ്ടുപോകുന്നതാ തോന്നുന്നത്. നമ്മുടെ ഗ്രാമത്തെ ജനങ്ങളൊക്കെ വെച്ചിട്ട് പുറത്ത് നമ്മൾ കാവൽ കാക്കണം. ആ, അതും ശരി തന്നെയാണ്. ദിവസവും രാത്രി നമ്മളിൽ 2 പേര് എന്തായാലും കാവൽ കാറ്റേ പറ്റുള്ളൂ. ആ ശരി. രാത്രി ഗ്രാമത്തിലെ ആളുകൾ കാവലിരിക്കുകയായിരുന്നു. പക്ഷെ എങ്ങനെയെങ്കിലും ഒരു പശു ദിവസവും കാണാതെ ആയിക്കൊണ്ടിരുന്നു. ഗ്രാമത്തിൽ എല്ലാവരുടെ പേടിയും അധികരിച്ചു. അവരാലോചിക്കാൻ തുടങ്ങി, ആരായിരിക്കും ഈ പശു മോഷ്ടിക്കുന്നതെന്ന്. അതും ഇത്രയും ആളുകൾ കാവലിരിക്കുമ്പോൾ പോലും. ഗോപിയുടെ കയ്യിൽ 6 പശുക്കൾ ഉണ്ടായിരുന്നു. അവൻ അവന്റെ പശുക്കളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഗോപിക്ക് ഒരുപാട് പേടിയുണ്ടായിരുന്നു തന്റെ പശുവിനെ ആരെങ്കിലും മോഷ്ടിച്ചാലോ എന്ന്. ദൈവമേ, ഗ്രാമത്തിലുള്ള പശുവൊക്കെ കാണാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇത് എന്തൊരു കഷ്ടമാണ്. ഞാൻ ഇന്ന് രാത്രി നിങ്ങൾ ആരും കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. ഞാൻ രാത്രി വരെ ഇവിടെ തന്നെ കാവൽ കാത്തോളാം. അവൻ രാത്രി മുഴുവൻ ഉറങ്ങാതെ പശുക്കളെ നോക്കിക്കൊണ്ടേയിരിക്കും. ആരെങ്കിലും കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ലല്ലോ. അതും നല്ലത് തന്നെ. ഈ രാത്രി ആരെങ്കിലും വന്നാൽ ഈ കൊമ്പൗണ്ട് അടിച്ച് എനിക്ക് നിൽക്കാൻ പറ്റുമല്ലോ. കിട്ടുന്ന അടിയിൽ അവൻ എന്തായാലും ഓടിപ്പോവും. ഗോപി ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്നൊരു ചുഴലിക്കാറ്റ് വന്നു. പിന്നെ ഒരു പ്രേതം അവന്റെ ഒരു പശുവിന്റെ പുറത്ത് ചെന്ന് ഇരുന്നു. കുറച്ചു സമയത്തിനകം തന്നെ അവന്റെ ആ പശു കാണാതെയായി. എവിടെ പോയി? എന്റെ പശു എവിടെ പോയി? എന്റെ ദൈവമേ, ആ പിശാച് എന്റെ പശുവും കൊണ്ടുപോയല്ലോ. ഞാൻ എന്ത് ചെയ്യും? ദൈവമേ, ഈ പശുവൊക്കെ കൊണ്ടുപോകുന്നത് മനുഷ്യനല്ല, ഒരു പിശാച് തന്നെയാണ്. ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ഞാൻ എന്റെ ബാക്കിയുള്ള പശുക്കളൊക്കെ ഭദ്രമായിട്ട് നോക്കിയേ പറ്റുള്ളൂ. ദൈവമേ, അവിടെയുള്ള ഒരു വയസ്സായ മന്ത്രവാദിയുണ്ട്. അദ്ദേഹം തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും തോന്നുന്നു. ഞാൻ ഇപ്പൊ തന്നെ അദ്ദേഹത്തിനടുത്ത് പോവാം. തീർച്ചയായും അദ്ദേഹത്തിന്റെ അടുത്ത് പോയേ പറ്റുള്ളൂ. രാവിലെ ആയതും തന്നെ ഗോപി അവിടെ നിന്നും തിരിച്ചു. എന്നിട്ട് കാട്ടിനകത്തുള്ള ഒരു സ്വാമിജിയെ കാണാൻ ചെന്നു. സ്വാമി, എന്റെ പശുവിനെ നിങ്ങൾ രക്ഷിക്കണം. ഒരു പിശാച് വന്നിട്ടാണ് ഞങ്ങളുടെ പശുക്കളൊക്കെ കൊണ്ടുപോകുന്നത്. ആ പിശാച് വന്നിട്ടാണ് രാത്രി ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള എല്ലാ പശുവും കൊണ്ടുപോകുന്നത്. ദയവായിട്ട് ഞങ്ങളുടെ പശുവിനെ നിങ്ങൾ രക്ഷിക്കണം. അവരാണ് ഞങ്ങളുടെ ജീവൻ. കരയണ്ട ഗോപി, നിന്റെ പ്രശ്നത്തിലുള്ള തീർവ് എന്റെ കയ്യിലുണ്ട്. എന്ത് തീർവാണ്? ഒറ്റ മന്ത്രമേ ഉള്ളൂ. ആ പിശാച് വന്നു കഴിഞ്ഞാൽ ആ മന്ത്രം പറഞ്ഞാൽ മതി, അത് പിടിപെട്ടു പോവും. അത് നിന്റെ മാത്രമല്ല, ഗ്രാമത്തിലുള്ള എല്ലാ പശുക്കളും തിരിച്ചു വന്നേക്കും. എന്താ, ശരിയല്ലേ? പിന്നെ നീ ആ പിശാചിനെ വിട്ടേക്കാം. എന്ത് മന്ത്രമാണ് ബാബ? ആ സ്വാമിജി ഗോപിയോട് ആ പ്രേതത്തിനെ തുരത്താനും അതിന് മുക്തി നൽകാനുമുള്ള 2 മന്ത്രങ്ങൾ പറഞ്ഞുകൊടുത്തു. ആ സ്വാമിജിയുടെ കയ്യിൽ നിന്നും ആശീർവാദം വാങ്ങിയിട്ട് ഗോപി അവിടെ നിന്നും തിരിച്ചു. ഗോപി തന്റെ പശുത്തൊഴുത്തിലേക്ക് പോയിട്ട് രാത്രിയാകാനായി കാത്തിരുന്നു. ഇന്ന് ഞാൻ ആ പിശാചിനെ തീർച്ചയായിട്ടും വിടുകയില്ല. തീർച്ചയായിട്ടും അതെന്റെ അടുത്ത് കുടുങ്ങും. സമയം രാത്രിയായി. പിന്നെ ഗോപി വളരെ ദേഷ്യത്തോടെ കാത്തിരുന്നു. രാത്രിയായപ്പോൾ വീണ്ടും ആ ചുഴലിക്കാറ്റ് വന്നു. പക്ഷെ അതിനു മുൻപേ തന്നെ അവൻ ആ പ്രേതത്തിനെ കണ്ടു.
ഓം ഹ്രീം 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 ആ കാലദേവനെ ആ പിശാച് കുടുങ്ങണം. അവൻ ആ മന്ത്രം പറഞ്ഞതും തന്നെ ആ പിശാചിന്റെ ആത്മാവ് ഒരു ബന്ധനത്തിൽ ഏർപ്പെട്ടു. എന്നെ വിട്ടേക്ക്, എന്നെ വിട്ടേക്ക്. നിന്നെ വിടാൻ പറ്റില്ല. എത്ര പേരുടെ പശുവാണ് നീ കട്ടുകൊണ്ടു പോയിരിക്കുന്നത്. നിന്നെ ഞാൻ തീർച്ചയായിട്ടും വിടില്ല. ആ പ്രേതം നിൽക്കുന്ന സ്ഥലത്ത് തീ കത്തി എരിയാൻ തുടങ്ങി. പിന്നെ ആ പ്രേതം ആ തീയിൽ എരിഞ്ഞുകൊണ്ടിരുന്നു. എടാ മനുഷ്യനെ, എന്നെ വിട്ടേക്ക്. നിനക്ക് എന്ത് വേണോ അത് ഞാൻ തിരിച്ചു തരാം. എന്നെ വിട്ടേക്ക്. അതാണ് കാര്യം. നീ എത്ര പശുവിനെ കട്ടുകൊണ്ടുപോയോ അതൊക്കെ തിരിച്ചു തരണം. വേഗാവട്ടെ. ഇപ്പൊ തന്നെ തരാം സാർ. പിന്നീട് പ്രേതം അത് മോഷ്ടിച്ച എല്ലാ പശുക്കളെയും തിരികെ നൽകി. പിന്നെ ഗോപിയുടെ പശുവും തിരിച്ചു കിട്ടി. ഇപ്പോഴെങ്കിലും എന്നെ വിട്ടൂടെ? വേഗം വിടൂ, ഇല്ലെങ്കിൽ ഞാൻ കരിഞ്ഞ് ഭസ്മമായി പോവും. അതിൻ്റെ ഉള്ളിൽ എന്ത് അവസരം? നിനക്ക് എന്താണ് ആവശ്യം? സ്വർണം, പൈസ, വൈരം, എന്താണ് വേണ്ടത്? നീ വേഗം പറ. നിനക്ക് ഞാൻ എല്ലാം വാങ്ങിത്തരാം. അങ്ങനെയാണോ? എന്നാ ഗ്രാമത്തിലുള്ള എല്ലാ വീടും ശരിയാക്കിത്താ. ശരി, എല്ലാ വീടും ഞാൻ ശരിയാക്കി തരാം. ഇപ്പോ നദി വന്നിട്ട് ഗ്രാമത്തിലെ വഴി പോകുന്ന പോലെ ശരിയാക്കിത്താ. ആ പ്രേതം അതിന്റെ മന്ത്രം ചെയ്തെന്ന് തന്നെ നദി ഗ്രാമത്തിലൂടെ ഒഴുകാൻ തുടങ്ങി. അതും വന്നല്ലോ. ഇപ്പൊ എന്നെ ഒന്ന് വിട്ടൂടെ? എന്നെ വിടൂ. ഇല്ല ഇല്ല ഇല്ല, അത്രയും പെട്ടെന്ന് വിടാൻ പറ്റില്ല. എടാ മനുഷ്യ, നിനക്ക് എന്താ ആവശ്യമുള്ള സ്വർണം ഞാൻ നിനക്ക് തരാം. എന്നെ വിട്ടേക്ക്. വേഗമാവട്ടെ, എന്നെ ഒന്ന് വിട്. ശരി, നീ എനിക്ക് സ്വർണം താ. പിന്നെ അതിന്റെ കൂടെ നീ ഒരു വാക്കും തരണം. ഈ ഗ്രാമത്തിലേക്ക് നീ തിരിച്ചു വരാൻ പാടില്ല എന്ന്. ആ പ്രേതം മന്ത്രം പറഞ്ഞ് ഗോപിക്ക് അളവിനധികമായ സ്വർണങ്ങൾ നൽകി. ഞാൻ നിനക്ക് വാക്ക് തരുകയാണ്. ഇനി ഞാൻ ഈ ഗ്രാമത്തിലേക്ക് തിരിച്ചു വരികയില്ല. പിന്നെ ഇവിടെയുള്ള പശുവിന്റെ മേലെ ഞാൻ കയ്യേ വെക്കില്ല. ശരി, നീ നിന്റെ വാക്കുകളൊക്കെ രക്ഷിക്കണം. ഇല്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാ ആൾക്കാർക്കും ഞാൻ ആ മന്ത്രം പറഞ്ഞു കൊടുക്കും. ഇല്ല ഇല്ല, അതിനുള്ള ആവശ്യമില്ല. ഞാൻ തീർച്ചയായിട്ടും വരികയില്ല. എന്നെ ഒന്ന് വിട്ടേക്ക്. ശരി. ഓം ഗ്രീം ഗ്രീം കാലഭൈരവ ആ പ്രേതത്തിനെ വെറുതെ വിട്ടേക്ക്. ഗോപി മന്ത്രം പറഞ്ഞത് തന്നെ ആ ബന്ധനവും പിന്നെ ആ തീയും അണഞ്ഞുപോയി. ആ പ്രേതത്തിന് ബന്ധനത്തിൽ നിന്നും മുക്തി ലഭിച്ചു. നന്ദി, ഞാൻ വിട്ടോളാം. പിന്നീട് പ്രേതം ആ ചുഴലിക്കാറ്റോടൊപ്പം അവിടെ നിന്നും ഓടിപ്പോയി. ഒറ്റ ദിവസം രാത്രി കൊണ്ട് ഗോപി വലിയ പണക്കാരനായി. ഗോപി ഗ്രാമത്തിലെ ആളുകളുടെ മുൻപിൽ ഹീറോ ആയി. എല്ലാരും അവനെ ഒരുപാട് പുകഴ്ത്തി. വളരെ നന്ദിയുണ്ട് ഗോപി ചേട്ടാ. നിങ്ങളെ കൊണ്ടാണ് ഞങ്ങൾ പശുവൊക്കെ തിരിച്ചു കിട്ടിയിരിക്കുന്നത്. നന്ദിയുണ്ട് ഗോപി. ഗോപി ചേട്ടൻ വിജയിക്കട്ടെ. ഗോപിക്ക് ഒരുപാട് സന്തോഷമായി. അവൻ അവന്റെ പശുവിനെ മാത്രമല്ല രക്ഷിച്ചത്, ഗ്രാമത്തിലുള്ള എല്ലാവരുടെ പശുവും രക്ഷിച്ചു. പിന്നീട് ഒരിക്കലും ശ്രീറാംപൂരിൽ ഒരു പശു പോലും കാണാതെ ആയിട്ടേ ഇല്ല.